വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് കണ്ടിന്യൂ ചെയ്യാണ്. നാളെ നടക്കാൻ പോകുന്നത് BCom 5th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് ആണ്. നമ്മൾ ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം റിപ്പീറ്റ് ആയിട്ട് എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്. മണി മാർക്കറ്റ് എന്താണ്? നിർബന്ധമായും പഠിക്കണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്? മറ്റൊരു ചോദ്യം, ഇതൊക്കെ റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റ് എന്താണ്? മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ ഡെറ്റ് മാർക്കറ്റ് എന്താണ്? ഡെറ്റ് മാർക്കറ്റ് എന്താണ്? അപ്പൊ ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. നെക്സ്റ്റ്, മിക്ക പേപ്പറിലും വരാറുള്ളതാണ് ഏതെങ്കിലും ഒരെണ്ണം. CDs, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്, CDs, അതുപോലെ തന്നെ CP, ദെൻ റിപ്പോസ്. ഈ ടേമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം, റിപ്പോസ് വരാറുണ്ട്. പിന്നെ IPO വരാറുണ്ട്, NFO. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ GDR, പിന്നെ ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോണ്ടിൻ്റെ FCCB വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ടേമുകൾ ഒക്കെ നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ്, അണ്ടർ റൈറ്റിംഗ് എന്താണ്? അണ്ടർ റൈറ്റിംഗ് എന്താണ്? അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്? അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് അതിനെ പറ്റിയിട്ടും, പിന്നെ ഫിനാൻഷ്യൽ സർവീസസ്, ഇതൊക്കെ എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്, നോക്കി വയ്ക്കുക. നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നതാണ് ബുക്ക് ബിൽഡിംഗ് എന്താണ്? റിപ്പീറ്റ് ചോദ്യമാണ്. ബുക്ക് ബിൽഡിംഗ് എന്താണ്? അതുപോലെ തന്നെ എക്സിം ബാങ്ക്, റിപ്പീറ്റാണ്. എക്സിം ബാങ്ക് എന്താണ്? ട്രഷറി ബിൽ എന്താണ്? ട്രഷറി ബിൽസ്, അതിൻ്റെ ടൈപ്സ് നോക്കി വയ്ക്കുക, ട്രഷറി ബിൽസിൻ്റെ. ദെൻ ഡെറിവേറ്റീവ്സ് എന്താണ്? അതുപോലെ തന്നെ ആർബിട്രേജേഴ്സ് ആരാണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട് ഇതിനോട്ട് മുമ്പ് കേട്ടോ. ആർബിട്രേജേഴ്സിനെ പറ്റിയിട്ട് അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആർബിട്രേജ് എന്താണെന്നുള്ളതും നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻസ് എന്താണ്? ദെൻ വെഞ്ചർ ക്യാപിറ്റൽ, റിപ്പീറ്റാണ്. വെഞ്ചർ ക്യാപിറ്റൽ. അതുപോലെ തന്നെ ഫാക്ടറിങ് എന്താണ്? റിപ്പീറ്റാണ്. മിക്ക പേപ്പറിലും കാണാറുള്ളതാണ്. ലീസിങ് എന്താണെന്ന് നോക്കണം. ലീസിങ്, അതുപോലെ തന്നെ ഫാക്ടറിങ് ഒക്കെ മിക്കതിലും കാണാറുള്ള ചോദ്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് എന്താണ്? ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് എന്താണ്? ഇതൊക്കെ റിപ്പീറ്റാണ് കേട്ടോ. ഗിൽറ്റ് എഡ്ജഡൊക്കെ പലപ്പോഴും കാണാറുള്ളൊരു ചോദ്യമാണ്. നെക്സ്റ്റ് റൈറ്റ് ഇഷ്യൂ, റിപ്പീറ്റ്. ബോണസ് ഇഷ്യൂ, ഇതിലേതെങ്കിലും വരാറുണ്ട്. റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ. ദെൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ്, പിന്നെ മറ്റൊരു ചോദ്യം അസെറ്റ് ഫിനാൻസിങ് കമ്പനീനെ പറ്റിയിട്ട്. അസെറ്റ് ഫിനാൻസിങ്
കമ്പനി എന്താണ് ചോദിക്കാറുണ്ട്. പിന്നെ NSE ഇൻഡിസസ് ചോദിക്കാറുണ്ട്. പിന്നെ ഫയർ ഇൻഷുറൻസ് കമ്പനി, ഫയർ ഇൻഷുറൻസ് എന്താണ്, ഈസി ചോദ്യം. ദെൻ മ്യൂച്വൽ ഫണ്ട്, റിപ്പീറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്താണ് അതിനെ പറ്റിയിട്ട് എഴുതാൻ. ദെൻ ഫാക്ടറിങ് ഞാൻ പറഞ്ഞു. ഇൻസൈഡർ ട്രേഡിംഗ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ഇൻസൈഡർ ട്രേഡിംഗ് എന്താണ്. പിന്നെ കോൾ മണി മാർക്കറ്റ്, കോൾ മണി മാർക്കറ്റ് എന്താണ്. പിന്നെ കോൾ ഓർ നോട്ടീസ് മണി, ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കോൾ ഓർ നോട്ടീസ് മണി. ദെൻ പിന്നെ മറ്റൊരു ചോദ്യമാണ് മെർച്ചന്റ് ബാങ്കർ ആരാണ്, ബാങ്കേഴ്സ്, മെർച്ചന്റ് ബാങ്കേഴ്സ് ആരാണ്, റിപ്പീറ്റ് ആണ് കേട്ടോ, മെർച്ചന്റ് ബാങ്കേഴ്സ്. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നെക്സ്റ്റ്, വാട്ട് ആർ the features of participation certificate, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ഒരു സജഷൻ കൂടി നൽകാനുള്ളത്, വാട്ട് ആർ ദ മെത്തേഡ്സ് to raise money by a company. ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, കണ്ടിട്ടുള്ളത് കൊണ്ട് സജസ്റ്റ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള 2 മാർക്സിൻ്റെ കുറച്ച് സജഷൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് 15 ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം, മണി മാർക്കറ്റ് എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, ഡെറ്റ് മാർക്കറ്റ്, ഇതിലേതെങ്കിലും ഒരെണ്ണം, CD, CP, റിപ്പോസ്, IPO, NFO, GDR, FCCB. അണ്ടർറൈറ്റിംഗ് എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ഇന്റർമീഡിയറീസ്, സർവീസസ്, ബുക്ക് ബിൽഡിംഗ്, എക്സിം ബാങ്ക്, ട്രഷറി ബില്ല്. ദെൻ അതിൻ്റെ ടൈപ്സ് നോക്കുക, ഡെറിവേറ്റീവ്സ്, ആർബിട്രേജേഴ്സ്, ഓപ്ഷൻസ്, വെഞ്ചർ ക്യാപിറ്റൽ, ഫാക്ടറിംഗ്, ലീസിംഗ്, ഗിൽറ്റ് എഡ്ജർ സെക്യൂരിറ്റീസ്, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ്, അസെറ്റ് ഫിനാൻസിങ് കമ്പനി. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്, ഇതൊക്കെ ഈസിയാണ്. NSE, BSE ഇതൊക്കെ നോക്കുക. NSE, പിന്നെ ഫയർ ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇൻസൈഡർ ട്രേഡിംഗ്, കോൾ മണി മാർക്കറ്റ്, കോൾ ഓർ നോട്ടീസ് മണി, മെർച്ചന്റ് ബാങ്കേഴ്സ്, ഫീച്ചേഴ്സ് ഓഫ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്സ്, വാട്ട് ആർ ദി മെത്തേഡ്സ് ടു റൈസ് മണി ബൈ കമ്പനി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്സിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ. ആദ്യത്തെ കുറച്ച് സജഷൻസ് ഇതാണ്, നെക്സ്റ്റ് വരുന്നത് ഇതാണ്, ആൻഡ് ഫൈനലി ഇത്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.